എടി റെഡിയായ ഞാൻ സാരി എടുത്ത് കഴിയാറായേ. മുടിയും കൂടെ കിട്ടിയാ പിന്നെ എന്താ വന്നാല് ഇനിയിപ്പോ എല്ലാരും കൂടെ പോണോ? അമ്മയും ഡാഡിയും പോണോ? പടക്കം അതെല്ലാം സെറ്റ് ചെയ്തോ? ഒന്നാമത് പാവപ്പെട്ടു. വെച്ചു കൊടുക്കണ വീടായത്. പടക്കത്തിനുള്ള സംവിധാനം ഒക്കെ ചെയ്തോ? ഫ്ലീറ്റ് വെച്ചേട്ടൻ വെച്ചു കൊടുക്കണ വീടല്ലേ? ഇറങ്ങി ഇതപ്പോ ഇറങ്ങി. നമ്മൾ ശരിക്കും കുടുംബക്കാരാ, നമ്മളെല്ലാരും ഇന്നലെ പോയി നിക്കണ്ടവരാ. നമ്മള് വരുന്നില്ല ക്ലീറ്റ് വെച്ചേട്ടാ. എല്ലാരും കൂടെ പോകേണ്ട ആവശ്യമില്ലല്ലോ. മോശം നമ്മള് കുടുംബക്കാരാണ് അവരുടെ. ആരുമില്ലാത്ത നിർത്തനായ ആൾക്കാരെ കൂടെ നമ്മൾ നിക്കണം. നീ റെഡിയായ? മുടി ചെയ്യാം. അയ്യോ മുടി ചെയ്തിട്ടില്ല. സ്ലൈഡ് ഉണ്ടോ ചേച്ചി? എന്റെ കയ്യിൽ വിടുന്ന സ്ലൈഡ് അവളോട് ചോദിക്ക്. ഇതിവിടെ കുത്തി ഇങ്ങനെ വെക്കും. ഇതിങ്ങനെ വെച്ചിട്ട് ഞാൻ പോയി സ്ലൈഡ് വേണ്ടടി. ഇങ്ങനെ വെച്ചാൽ കൊള്ളത്തില്ല. ഇതിങ്ങനെയും കൂടി ഇങ്ങനെ വെച്ചിട്ട് ഇത് രണ്ടും കൂടി കണ്ണാടി കൊള്ളൂല്ലേ? നോക്കട്ടെ എന്താ അവിടേക്ക് വരുമ്പോ കൊള്ളൂല്ലേ? ഇതൊക്കെ പിള്ളേർക്കേ ചേരുള്ളൂ. ഇനി ബാക്കി മതി ഉള്ളത്. പഴയ പോലെ തന്നെ കേട്ടാ. സ്പ്രേ ഒക്കെ അടിച്ചോ? എവിടെ? ഒന്നും അറിയണ്ട. എങ്ങനെ ഇറങ്ങില്ലേ? ഇറങ്ങല്ലെന്ന് പ്രാർത്ഥിച്ചാ ഓടി വരുമായിരുന്നു. ഇനിയിപ്പോ നീ വരണ്ട. അതെ, ഇനി ഒരുങ്ങിട്ടൊക്കെ എപ്പോ വരാനാ വരണ്ട. ഞാനും വരുന്നില്ല, നിങ്ങളും പോകണ്ട. ആ പാലാച്ചി വീടിന്റെ ഒരു സൈഡിലാണ് ഇടിഞ്ഞു വീണത്. അവിടെ പാലാച്ചിന് വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടി ടാർപ്പ വലിച്ചു കെട്ടാൻ വേണ്ടി ഒരു കയറ് ജനലിന്റെ അറ്റത്ത് കെട്ടിയിട്ട് അത് വലിച്ചൊരു തെങ്ങ കെട്ടിയതാ. കയറ് വലിച്ചപ്പോഴത്തേന് ആ ജനലിൽ 4-5 ഒരു കട്ടല്ലാണ്ട് ഇടിഞ്ഞ് അവിടുത്തെ അപ്പച്ചന് തല വീണു. ഒരു ബന്ധുവിന് പേർക്കുണ്ട്. രണ്ടുപേരും ഹോസ്പിറ്റലിൽ. പുതിയ വീടല്ലേ? ഭയങ്കര പ്രശ്നം. അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കാൻ ഒരു കൊല്ലും. നിങ്ങളുടെ അനിയനാണ് ആരോ എന്നെ വിളിച്ച് ചീത്ത വിളിച്ചാൽ പറ്റിയോ? രണ്ടുപേരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ സാർക്ക് വിളിച്ചു പറഞ്ഞു അങ്ങോട്ട് ചെന്ന് കയറല്ലേന്ന്. അയ്യോ, അതെങ്ങനെ പറ്റിയത്? എങ്ങനെ പറ്റി? എങ്ങനെ പറ്റാതിരിക്കും? ആ പുറകുവശത്തോട്ട് ചെന്ന് നോക്ക്. അവിടെ ആ വീട് പണിയാൻ കൊണ്ടുവന്ന സിമെന്റ് എല്ലാം കൊണ്ടുവന്ന് ഇങ്ങോട്ട് ചുമന്നിട്ട് വന്നു. ഒരു വീട് പണിയാൻ ഇത്രയും സിമെന്റിന്റെ ആവശ്യമില്ലേ? അതിന്ന് പകുതി അടിച്ചു മാറ്റി ഇവിടെ കൊണ്ടുവെക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതെ, തുപ്പൽ പോലെ പൂശി വിട്ടേക്കുവാ. ആ മനുഷ്യൻ മരിച്ചുപോയി ആരോട് ഉത്തരം പറയും? പ്രശ്നമാവും കേട്ടോ ക്ലീറ്റോ ചേട്ടാ. പ്രശ്നമാകും. പോലീസ് പിടിച്ചിട്ട് പോട്ടെ. ഒന്നും പറയാനില്ലേ നിനക്ക്? ഇനി ഒന്നും പറയാനില്ലേ? പറയാനുണ്ട്. എനിക്ക് അപ്പച്ചനോടും അമ്മച്ചിയോടും പറയാനുണ്ട്. ചെന്നങ്ങോട്ട് കയറിക്കൊടു. ഞാനും അപ്പച്ചനും അമ്മച്ചിയും നമ്മൾ ചതിക്കപ്പെട്ടിരിക്കുകയാണ്. ആര് ചതിച്ചു? ഇപ്പൊ ഭരിക്കുന്ന സർക്കാർ തരണം മണലും സിമന്റും കൊള്ളൂല. അത് ഗുണനിലവാരം ഇല്ലാത്തതാണ്, വ്യാജനാണ്. അത് ഗുണമില്ലാത്തതുകൊണ്ടാണ് ഇത് വീട് പൊളിഞ്ഞു വീണതെന്ന് ഞാൻ അവരോട് പറയും. എന്നിട്ട് ഞങ്ങളെ വോട്ട് തന്ന് ജയിപ്പിക്ക്. അപ്പൊ നല്ല സാധനം കൊടുത്ത് നല്ല വീട് പണിഞ്ഞു കൊടുക്കും ഞങ്ങൾ. ആ മായം ചേർത്ത സിമന്റ് അല്ലേ ഇവിടെ കൊണ്ടുവച്ചത്? എന്റെ പൊന്നോ, അതുകൊണ്ട് കക്കൂസ് പണിയാൻ നന്നായി. ശരിക്കും പണിയണായിരുന്നു. ചെന്നവിടെ രാവിലെ പോയി ഇരിപ്പിരിക്കൂല്ലേ? ഒന്നേരം ഭിത്തിയെല്ലാം കൂടി ഇടിഞ്ഞു പോയി ഇതിന്റെ തലയിലോട്ട് അങ്ങ് വീഴണമായിരുന്നു. ഒറ്റ നിമിഷം കൊണ്ട് തീർന്നേനല്ലോ. അപ്പൊ